ആഫ്താബ ഇന്നലെയും രീതിയിൽ ഇറാനും ഇസ്രായേലും പരസ്പരം പ്രത്യാക്രമണങ്ങൾ നടത്തുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം അത് എങ്ങനെയാണോ മുൻ ദിവസങ്ങളിൽ നടന്നത് അതുപോലെ തന്നെ നടന്നിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഈ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായോ? ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും അത്തരം ആക്രമണങ്ങൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടും നടന്നിരുന്നു. ജിൽസി, ഒറ്റ വാക്കിൽ ഈ 12ാം ദിനത്തിൽ, യുദ്ധത്തിന്റെ 12ാം ദിനത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം യുഎസിന്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഈ യുദ്ധത്തിലുള്ള ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. ഇറാൻ എന്ന അവർക്ക് മുമ്പിലുള്ള ത്രെട്ട് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഭീഷണി നിൽക്കുന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക, അവരെ അടിച്ചമർത്തുക. ആ ലക്ഷ്യത്തിന് വേണ്ടി യുഎസിനെ കരുവാക്കിക്കൊണ്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഫലത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ട്രംപ് ഈ യുദ്ധത്തിൽ, ഗസ യുദ്ധത്തിൽ ഇടപെട്ടതുപോലെ തന്നെ കുടുങ്ങി നിൽക്കുന്നതാണ് നിലവിലുള്ള ചിത്രം. അതിന് ഏറ്റവും ലളിതമായ ഉദാഹരണം, നമുക്ക് അധികമൊന്നും പോകേണ്ടതില്ല, കേരളത്തിലെ അടുക്കളകളിലേക്കും ഹോട്ടലുകളിലേക്കും നോക്കിയാൽ മതി. കാരണം ആഗോളതലത്തിൽ തന്നെ മുഴുവൻ ഇടങ്ങളിലും വലിയ തോതിൽ പാചകവാതകത്തിനും ഒപ്പം തന്നെ പെട്രോളിനുമെല്ലാം ജനങ്ങൾ നെട്ടോട്ടമോടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്നലെ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഹോർമൂസ് കടലിടുക്കു വഴി കടന്നു പോകുന്ന, അതായത് ഗൾഫിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കുന്ന ലോകത്തിന്റെ 20% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന മേഖലയിൽ മൈനുകൾ സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനോട് പറയാനുള്ളത്, തങ്ങൾ അതിശക്തമായിട്ടുള്ള, അതായത് ഇതുവരെ നടന്നതിനേക്കാൾ 6 ഇരട്ടിയോ 8 ഇരട്ടിയോ ആഘാതമുള്ള ആക്രമണം നിങ്ങൾക്ക് മേൽ നടത്തും, കൂടുതൽ പ്രത്യാഘാതം അവർക്ക് മേലുണ്ടാകും, അതോടൊപ്പം അവിടെയുള്ള വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തുമെന്നുള്ള ഭീഷണികളാണ് ഇന്നലെ ട്രംപ് മുഴക്കുന്നത് കണ്ടത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധത്തിൽ യുഎസിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ യുദ്ധത്തിൽ യുഎസ് പറഞ്ഞിരുന്നത് അവിടുത്തെ ഭരണം മാറ്റുക എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് യുഎസിന് എങ്ങനെ അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്താനാകുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കാതെ ഇന്ത്യയുൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല. പക്ഷേ ഇത് തുറക്കണമെങ്കിൽ ഇനി ഇറാൻ തന്നെ വിചാരിക്കണം. കാരണം ഇറാൻ അവിടെ മൈനുകൾ സ്ഥാപിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് യുഎസ് നടത്തിയ ആക്രമണത്തിൽ നിരവധി ബോട്ടുകളും കപ്പലുകളും തകർത്തിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ബോട്ടുകളുടെയോ കപ്പലുകളുടെയോ ആവശ്യമില്ല. കരയിൽ നിന്നും തൊടുത്തുവിടാവുന്ന, കടലിന് അടിയിലൂടെ കടന്നു പോകുന്ന പ്രത്യേക ഡ്രോണുകൾ, സ്ഫോടക ശക്തിയുള്ള ഡ്രോണുകൾ തങ്ങളുടെ കൈവശമുണ്ട്. ഡ്രോണുകളല്ല, റോക്കറ്റുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളത് ഇറാൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് IRGC ഇന്ന് പുലർച്ചെയും പറയുന്നത്, ഈ യുദ്ധം ഞങ്ങളാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്, ശത്രുക്കളെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്ന്. ഈ യുദ്ധത്തിന്റെ 12ാം ദിനത്തിലും ഓർക്കണം, നമ്മൾ 10,000-ലേറെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 2,000-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന് യുഎസ് പറയുന്നു. ഇറാന്റെ 80%-ലധികം മിസൈൽ ശേഷി ഇല്ലായ്മ ചെയ്തു എന്ന് യുഎസ് 11ാം ദിനത്തിലും 12ാം ദിനത്തിലും ആവർത്തിക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ 37 മിസൈലുകൾ, അതിൽ തന്നെ ഖുറം ഷഹർ എന്ന് പ്രത്യേകമായി പേരിട്ട 1800 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഇറാൻ പൂർണ്ണമായും ഊർജ്ജസ്വലമായി നിൽക്കുന്നു എന്നുള്ളതാണ് 12ാം ദിനത്തിലെ ചിത്രം. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിൽ നമുക്ക് പറയാൻ കഴിയുക, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വ്യാപാര മേഖലയെ ഇത് ഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് സൗദി അരാംകോ പറഞ്ഞത്, ഈ കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് ആഗോളതലത്തിൽ എന്നാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ നടന്ന യുദ്ധങ്ങളിൽ ഈ മേഖലയിലെ ഈ കടലിടുക്ക് ഇറാൻ ഉപയോഗിച്ചതുപോലെയല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള ആഘാതം ഈ ഒരു മേഖലയെ പിടിച്ചു വെച്ചുകൊണ്ട് ആഗോള വിപണിയുടെ കഴുത്തിന് പിടിച്ച സ്ഥിതിയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപിന് മുകളിലും ഈ സമ്മർദ്ദം വലിയ തോതിലുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമ്മർദ്ദം വൈകാതെ
ട്രംപിന് മുകളിൽ കൂടുതൽ ശക്തമായി വരികയും ചെയ്യും. ഇറാൻ ഏതായാലും പിന്നോട്ടില്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അല്പം മുമ്പ് ഇറാന്റെ വിപ്ലവ സേന പറഞ്ഞിരിക്കുന്നത് ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെയും US-ന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ തന്നെയുമുള്ള സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സൈന്യത്തിന്റെ സാങ്കേതിക കേന്ദ്രങ്ങളാണ് ഇനി തങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നതെന്നുള്ളതാണ് സൈന്യം പറയുന്നത്. എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈന്യത്തിന് ഈ യുദ്ധത്തിന് അവർ മുൻകൂട്ടി ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുങ്ങിയാണ് ഇറങ്ങിയതെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രവുമല്ല, മിസൈൽ സിറ്റികൾ തകർത്തു എന്ന് ഇസ്രായേലും US-ഉം ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോഴും ഇത്രയധികം മിസൈലുകൾ എങ്ങനെ ഇറാൻ വിക്ഷേപിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം കൂടി ഇപ്പോഴും ഉയരുകയാണ്. ഏതായാലും ജിൽസി, നമുക്ക് ഈ ഒരു ദിവസവും പറയാൻ കഴിയുക, നമ്മുടെ അടുക്കളയിലേക്ക് അടക്കം എത്തിയ ഈ യുദ്ധം വരും ദിനങ്ങളിൽ വലിയ തോതിൽ വിലവർദ്ധനവിന് കാരണമാകും. ആഗോള വിപണിയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വരും ദിനങ്ങളിൽ രൂക്ഷമാകും. ഇപ്പോൾ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇടിഞ്ഞ എണ്ണവില വീണ്ടും തിരിച്ചു കയറുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വൈകാതെ പോകും. കാരണം വലിയ തോതിൽ ആക്രമണം നടത്തും എന്ന് US-ഉം ഇസ്രായേലും ആവർത്തിക്കുമ്പോഴും അതേ ശക്തിയിലാണ് ഇപ്പോഴും ഇറാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെയും ചിത്രം. അത് അവസാനമായ ഒറ്റ കാര്യം കൂടെ, അതായത് ബഹ്റൈനിൽ ഉൾപ്പെടെ ഇന്ന് പുലർച്ചെ US കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിൽ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. സൗദിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്, UAE-ക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ഥിതി ഒട്ടും ശുഭകരമല്ല എന്നുള്ളതാണ് 12-ാം ദിനത്തിലെ പുലർച്ചയിലെയും സ്ഥിതി. ജിൽസി.